exam preparation of Orappans. As a Orappan, I have the best exam preparation. Hello Aliya, endada? Aliya, examine vallom padicha nee? Exam naale aayirunna? Oda, naaleyaanu exam. Super, ഞാൻ ഇപ്പാണ് അറിയണേ. ദൈവമുണ്ട്, ഇല്ലെങ്കിൽ ഗെയിം കളിക്കാൻ മാത്രം എന്നെ വിളിക്കണ ഈ നാറി എക്സാമിന്റെ കാര്യം പറയാൻ എന്നെ വിളിക്കൂലായിരുന്നു. എന്തായാലും എന്റെ എക്സാം പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ദാ ഇവിടെ നിന്നാണ്. എന്ത് നല്ല വൃത്തിയുള്ള ബുക്കുകള്. ഇതുപോലെ ആർക്കെങ്കിലും സൂക്ഷിക്കാൻ പറ്റുമോ? പറ്റൂല. അതിന് നിന്നെ പോലെ ബുക്ക് തൊട്ട് നോക്കാതെ പിള്ളേര് വേറെ വേണ്ടേ? ഈ അമ്മ മൂഡ് കളഞ്ഞ്, ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. അതെ അതെ, മൂഡ് പോയി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ ഇരിക്കല്ലെന്ന് എന്റെ അച്ഛ അപ്പൂപ്പന്മാര് വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പഠിച്ചില്ല. അങ്ങനെ രാത്രിയായി. പുല്ല്, ഇനി നാളെയാണല്ലോ എക്സാം. വല്ലോം വായിക്കാം, അല്ലെങ്കിൽ ഈ എക്സാമും തേഞ്ഞൊട്ടും. ഇനി 9 മണിക്കൂർ ബാക്കി. ഓരോ മണിക്കൂർ ഓരോ ചാപ്റ്റർ വായിച്ച് തീർക്കാം. പക്ഷേ ഇതിപ്പോ എവിടെ നിന്ന് തുടങ്ങും? പഠിക്കാൻ ഇരിക്കുമ്പോ ഫേസ് ചെയ്യണ ഫസ്റ്റ് ഇഷ്യൂ ആണ് യെസ്, എവിടെ നിന്ന് തുടങ്ങും? എവിടെ നിന്ന് തുടങ്ങുമെന്ന് ആലോചിച്ച് ഇതിപ്പോ 2 മണിക്കൂർ ആയല്ല ദൈവമേ. അങ്ങനെ ആ നീണ്ട 2 മണിക്കൂറുകൾക്ക് ശേഷം എവിടെ നിന്ന് തുടങ്ങുമെന്ന് കണ്ടുപിടിച്ച് ഇത് മുഴുവനും പഠിച്ച് തീർത്തിട്ടേനെ ഇനി ബാക്കി കാര്യം. ലെവൻ എന്തിനിപ്പൊ കിടന്ന് വിളിക്കണേ? ഹലോ അളിയ, പബ്ജി കളിക്കാൻ വരണ? ഡേയ് ഷൊട്ടെ, നാളെ എക്സാം അല്ലേ? നീ വല്ലോം പഠിച്ചാ? ഞാൻ ഒന്നും പഠിച്ചില്ലടേ. ബെസ്റ്റ്. എന്നാ പിന്നെ നീ വാ, നമുക്ക് പബ്ജി കളിക്കാം. അങ്ങനെ കളിച്ച് ബാക്കി ഉണ്ടായിരുന്ന സമയവും പോയി. ഇനി ആകെ കൂടെ ബാക്കിയുള്ളത് ഒരേ ഒരു വഴി. പണ്ട് മുതലേ നിലനിൽക്കുന്ന ആചാരം, തുണ്ട് വെക്കൽ. പുതിയത് വല്ലതും കിട്ടിയെങ്കിൽ സെൻഡ് ചെയ്. തുണ്ട് വെച്ചിട്ടായാലും ഞാൻ ജയിച്ചിരിക്കും. പക്ഷെ ഇതിപ്പോ കുറെ ഉണ്ടല്ലോ ദൈവമേ, ഇതൊക്കെ എപ്പോ എഴുതി തീരാൻ? അതും ശരിയാണ്, ഒരു കോപ്പും പഠിച്ചില്ല. തുണ്ടെഴുതാനാണെങ്കിൽ ടെക്സ്റ്റ് മൊത്തം എഴുതി വെക്കേണ്ടി വരും. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ, ഡിക്രൂ, ആയുധം. എന്തായാലും ഈ ടെക്സ്റ്റൊക്കെ ഇനി ആക്രിക്ക് തന്നെ കൊടുക്കും. അതിനേക്കാൾ ഇതിനെ വെട്ടി തുണ്ട് വെച്ചാ പരീക്ഷയെങ്കിലും ജയിക്കാം. അങ്ങനെ തുണ്ട് വെട്ടിക്കഴിഞ്ഞ് ഞാനും ഇറങ്ങി. ഇതാണ് എന്റെ എക്സാം പ്രിപ്പറേഷൻ. ഇനിയിപ്പോ ഈ എക്സാം എഴുതിയാൽ മാത്രം മതി. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. ബൈ.